കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിയമം നടപ്പിലാക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ലിയാനാർഡ് ജോൺ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2 വർഷം കൊടുത്ത കേസിന്റെ മുകളിൽ 2 മാസം മുമ്പേ BIS ആൾക്കാർ എറണാകുളത്ത് നിന്ന് വന്നിട്ട് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാർക്ക് ഇവിടെ ക്ലാസ് എടുത്തതാണ്. അതിൻ്റെ പത്ര റിപ്പോർട്ട് മനോരമ വന്നത് ഞാൻ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങളെ അറിയിച്ചിട്ടില്ല. അത് ഒരു മറ്റേ ഫാക്ടറിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, ഒരു സ്കൂളിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, ഒരു കോളേജിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങളെ പറ്റിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഭരിക്കുന്ന ഈ ആരോഗ്യമന്ത്രിക്കും ഈ മറ്റേ ഗവൺമെൻറ്റും ചുമതല. ഇപ്പം അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ HSCക്ക് മാനേജർ ഉണ്ടായി, എൻഡോസൾഫൻ അടിക്കാൻ പറ്റത്തില്ല, ഭോപ്പാൽ ദുരന്തം ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാം SIT ആശുപത്രി കറണ്ട് പോകത്തില്ല. അപ്പോൾ ഇത് ആശുപത്രിക്കൊക്കെ നിർബന്ധമാണ്, സ്കൂളുകൾക്ക് ഇപ്പം നിർബന്ധമായിട്ടില്ല, വേണം, മറ്റേ എല്ലാ കമ്പനിയിലും വേണം. ഇപ്പോൾ ചെരുപ്പ് കമ്പനിക്കാർ കഴിഞ്ഞ മാസം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ HSCക്ക് മാനേജറിന് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ ചെരുപ്പ് കമ്പനി പൂട്ടിപ്പോകുന്നു. അത് അവർ പറഞ്ഞ് ശരിയാണ്. ഇതുവരെ അവർ ചെരുപ്പുണ്ടായിക്കോട്ടെ, ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന റബ്ബർ കൊണ്ടാണ്. ഒറിജിനൽ റബ്ബർ ഈ HSCക്ക് മാനേജർ വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ റബ്ബർ ഉപയോഗിച്ചിട്ട് ചെരുപ്പുണ്ടാക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് പഴയ ലാഭം കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരൊറ്റ പാർട്ടി മാത്രം നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BIS എന്ന് പറഞ്ഞാൽ, ഈ BIS എന്താണെന്ന് അറിയിക്കാതെ സ്വർണ്ണത്തിന് BIS ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആരെ ചെക്ക് ചെയ്യാൻ ആ ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടയിൽ HSCക്ക് മാനേജറുണ്ടോ? ഇല്ല. അവർ മറ്റേ 4-1 ടാക്സും കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചിട്ടാണ് BIS എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുക. നമ്മൾ ഇത് കേട്ടോണ്ട് വിഡ്ഢികളെ പോലെ ഇരിക്കുക. അപ്പം ഇന്ത്യൻ നിയമപ്രകാരം ഒന്നും കൂടി പറയാം, BIS എടുക്കാനായിട്ട് വെറും ഡിഗ്രി മതി. പിന്നെ ഒരു HSCക്ക് സെൻട്രൽ ഗവൺമെൻറ് കോഴ്സിന് ആ കോഴ്സിന് ആകെ 1 ലക്ഷം രൂപയേ ഉള്ളൂ. സ്റ്റാർട്ടിങ് സാലറി നിങ്ങൾക്ക് കണ്ണൂർ നിർബന്ധമായിട്ട് ഇപ്പം മിക്കവാറും എല്ലാ 80% കമ്പനീസിനും നിർബന്ധമാക്കിയിട്ട് ഇലക്ട്രോണിക് ഗുഡ്സിന് എല്ലാം ആയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ ഏതെങ്കിലും ഇവിടെ വിൽക്കുന്ന ഇലക്ട്രോണിക് ഗുഡ്സ് കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ടാ ഈ BIS ഉള്ള ഇലക്ട്രോണിക് ഗുഡ്സ് ഇവിടുന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാ, വില കുറച്ച് തരാം, നല്ല സാധനമാണ്, വലിയ ഷോറൂമാണ്, ഇത് കണ്ട് മയങ്ങി നമ്മൾ മേടിച്ചോളെന്നാണ് അവർ പറയുന്നത്. ഏതെങ്കിലും ഐറ്റം നിർബന്ധമായിട്ട് എല്ലാ ഐറ്റം അത് ഇലക്ട്രോണിക് ഗുഡ്സിൽ നിർബന്ധമാക്കിയിട്ട് BIS വേണം. ഒരു കമ്പനി ഇതുവരെ അങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ചോദിച്ചില്ല. ഞാൻ അവിടെ അതിന് ഗുസ്തി പിടിക്കാൻ പോയിട്ടുമില്ല. കാരണം എവിടെ നിന്നൊക്കെ അടി വരുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ അത് ഒഴിവാക്കി. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ചെയ്യണം. ആരോഗ്യമന്ത്രിക്ക് ജനങ്ങളോട് ഒരു മുട്ടുസൂചിന് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് യുദ്ധകാല അടിസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകളും കോളേജുകളും BIS ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നിർബന്ധമായിട്ട് ഒരു HSCക്ക് മാനേജർ വേണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനെപ്പറ്റി? നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.